നമ്മൾ ജീവിക്കുന്ന ഈ ഡിജിറ്റൽ ലോകത്ത് നമ്മളൊക്കെ എത്രത്തോളം സേഫാണ്? ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടെക്നോളജിക്ക് പിന്നിൽ എന്തൊക്കെ സുരക്ഷാ രഹസ്യങ്ങളാണുള്ളതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വാ, നമുക്കിന്ന് അതൊക്കെയൊന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലോ ആപ്പിലോ ആ ലോഗിൻ ബട്ടണിലൊന്ന് ഞെക്കുമ്പോൾ ശരിക്കും എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മളറിയാതെ ആ ഒരൊറ്റ ക്ലിക്കിന് പിന്നില് നമ്മുടെ ഡേറ്റയൊക്കെ സംരക്ഷിക്കാൻ ഒരു വലിയ കോട്ട തന്നെ പണിയെടുക്കുന്നുണ്ട്. അപ്പോ ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഡിജിറ്റൽ സെക്യൂരിറ്റിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് അല്ലേ? ഇൻഫോസെക്, പിന്നെ സൈബർ സെക്യൂരിറ്റി. ഒറ്റ നോട്ടത്തില് ഇത് രണ്ടും ഒരേ കാര്യമല്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ സംഭവം അങ്ങനെയല്ല. ഇത് തമ്മില് നല്ല വ്യത്യാസമുണ്ട്. നമുക്കാദ്യം ഇൻഫർമേഷൻ സെക്യൂരിറ്റി, അതായത് ഇൻഫോസെക് എന്താണെന്ന് നോക്കാം. ഇതിന്റെ മെയിൻ ഫോക്കസ് എന്താണെന്നറിയോ? നിങ്ങളുടെ ഡേറ്റ. അതുമാത്രം. നിങ്ങളുടെ വിവരങ്ങൾ ഒരു കമ്പ്യൂട്ടറിലാണെങ്കിലും ശരി, ഒരു കടലാസിലാണെങ്കിലും ശരി, അത് മറ്റാരും കാണുന്നില്ല, അതിലെ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല, അത് നശിപ്പിക്കുന്നില്ല എന്നൊക്കെ ഉറപ്പുവരുത്തലാണ് ഇൻഫോസെക്കിന്റെ പണി. എന്നാൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇതിനേക്കാൾ കുറച്ചുകൂടി വലിയ ഒരു കളിയാണ്. ഇത് വെറും ഡേറ്റയെ മാത്രമല്ല നോക്കുന്നത്. ആ ഡേറ്റയിരിക്കുന്ന കമ്പ്യൂട്ടറുകൾ, നെറ്റ്വർക്കുകൾ, നമ്മുടെ ഫോണുകൾ, അങ്ങനെ എല്ലാ ഡിജിറ്റൽ സാധനങ്ങളെയും സൈബർ അറ്റാക്കുകളിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ ഹാക്കിംഗ്, വൈറസ്, ഫിഷിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിൽ നിന്നൊക്കെയുള്ള സംരക്ഷണമാണ് സൈബർ സെക്യൂരിറ്റി. ഇത് തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ബാങ്കിനെ പറ്റി ആലോചിക്കാം. ഇൻഫോസെക് എന്ന് പറയുന്നത് ബാങ്കിലെ ലോക്കറിലുള്ള പണം സംരക്ഷിക്കുന്നതുപോലെയാണ്, അതായത് ഏറ്റവും വിലപിടിപ്പുള്ള സാധനം. എന്നാൽ സൈബർ സെക്യൂരിറ്റിയോ? അത് ആ ലോക്കർ ഇരിക്കുന്ന ബാങ്ക് കെട്ടിടം, അതിലെ അലാരം, സെക്യൂരിറ്റി ഗാർഡുകൾ, അങ്ങനെ ആ മൊത്തം സിസ്റ്റത്തെ സംരക്ഷിക്കുന്നതുപോലെയാണ്. അപ്പൊ ക്ലിയർ അല്ലേ? ഒന്ന് ഡേറ്റയെ ഫോക്കസ് ചെയ്യുന്നു, മറ്റേത് ആ ഡേറ്റ ഇരിക്കുന്ന മുഴുവൻ സിസ്റ്റത്തെയും. ഓക്കെ, അപ്പോൾ ഇൻഫോസെക് എന്താ, സൈബർ സെക്യൂരിറ്റി എന്താന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടി. പക്ഷേ ഒരു ചോദ്യമുണ്ട്. എന്തിനാണീ സുരക്ഷയൊക്കെ? ഇതിന്റെയൊക്കെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് CIA ട്രയാഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഈ CIA ട്രയാഡ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളുടെ ഒരു കൂട്ടമാണ്. കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, പിന്നെ അവൈലബിലിറ്റി. നമ്മുടെ ഡാറ്റയെ സേഫും വിശ്വസിക്കാവുന്നതുമാക്കി വെക്കുന്നതിന്റെ 3 തൂണുകളാണിതിനെ കണക്കാക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് വെച്ചാൽ രഹസ്യങ്ങൾ രഹസ്യമായി തന്നെ വെക്കുക. അതായത് അറിയേണ്ടവർ മാത്രം വിവരങ്ങൾ അറിഞ്ഞാൽ മതി. ഇനി ഇന്റഗ്രിറ്റി, അത് നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ കറക്റ്റാണെന്നും ആരും അതിൽ കയറി മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെന്നും ഉറപ്പുവരുത്തലാണ്. പിന്നെ അവൈലബിലിറ്റി, നമുക്ക് എപ്പോഴാണോ ഒരു വിവരം വേണ്ടത് അപ്പോ അത് കിട്ടണം. അത്രയുള്ളൂ. ഈ 3 കാര്യങ്ങളും ഓക്കെ ആണെങ്കിലേ ഒരു സിസ്റ്റം ശരിക്കും സെക്യൂർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. ശരി, അപ്പൊ ഡേറ്റ രഹസ്യമായിരിക്കണം, കറക്റ്റായിരിക്കണം, വേണ്ടപ്പോ കിട്ടുകയും വേണം. ഇതൊക്കെ കൊള്ളാം, പക്ഷെ ഇതെങ്ങനെ നടപ്പിലാക്കും അല്ലേ? ഒരു സിസ്റ്റത്തിലേക്ക് ആര് വരുന്നു, അവരവിടെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുക? അതിനുള്ള ഉത്തരമാണ് AAA സെക്യൂരിറ്റി. ഈ AAA എന്ന് പറയുന്നതും 3 കാര്യങ്ങളാണ്: ഒഥന്റിക്കേഷൻ, ഓഥറൈസേഷൻ, പിന്നെ അക്കൗണ്ടിംഗ്. സിസ്റ്റം ഉപയോഗിക്കാൻ വരുന്ന ആൾ ആരാണ്, അയാൾക്ക് എന്തൊക്കെ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് ഈ 3 പേരും കൂടിയാണ്. ഇത് മനസ്സിലാക്കാൻ ഒരു അടിപൊളി ഉദാഹരണമുണ്ട്. ഒരു നൈറ്റ് ക്ലബിലെ സെക്യൂരിറ്റിയെ ആ ബൗൺസറെ ഓർത്താൽ മതി. ഒന്നാമത്തേത് ഓഥന്റിക്കേഷൻ, നിങ്ങൾ ആരാണെന്ന് തെളിയിക്കുക. അതായത് നമ്മുടെ പാസ്വേഡ് കൊടുക്കുന്ന പരിപാടി. ബൗൺസർ നമ്മുടെ ID കാർഡ് നോക്കി നമ്മൾ തന്നെയാണോന്ന് ഉറപ്പിക്കുന്ന പോലെ. രണ്ടാമത്തേത് ഓഥറൈസേഷൻ. ശരി, നിങ്ങളാണെന്ന് സമ്മതിച്ചു. പക്ഷേ നിങ്ങൾക്കകത്തേക്ക് കയറാൻ പെർമിഷൻ ഉണ്ടോ, നിങ്ങൾ ഗസ്റ്റ് ലിസ്റ്റിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഓഥറൈസേഷൻ. സിസ്റ്റത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ കാണാം എന്ന് തീരുമാനിക്കുന്ന സ്റ്റെപ്പാണിത്. ഇനി മൂന്നാമത്തേത് അക്കൗണ്ടിംഗ്. ഇത് ക്ലബിനകത്തുള്ള CCTV ക്യാമറ പോലെയാണ്. നിങ്ങൾ എപ്പോ വന്നു, എങ്ങോട്ട് പോയി, എന്ത് ചെയ്തു എന്നൊക്കെ റെക്കോർഡ് ചെയ്തു വെക്കും. സിസ്റ്റത്തിൽ നടക്കുന്ന ഓരോ കാര്യത്തിന്റെയും ഒരു ലോഗ്. അതാണ് അക്കൗണ്ടിംഗ്. അപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ കോൺസെപ്റ്റുകൾ, ഈ കോട്ടകളെല്ലാം ശരിക്കും എന്തിനെയാണ് സംരക്ഷിക്കുന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെ, അതായത് നിങ്ങളുടെ സെൻസിറ്റീവായ വിവരങ്ങളെ. മെയിനായിട്ട് 3 തരം ഡാറ്റയാണ് ഈ സിസ്റ്റങ്ങളൊക്കെ കാത്തുസൂക്ഷിക്കുന്നത്. ഒന്നാമത്തേത്
PII, അതായത് പേഴ്സണലി ഐഡന്റിഫയബിൾ ഇൻഫർമേഷൻ. സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, നിങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന എന്ത് വിവരവും. രണ്ടാമത്തത് PHI അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. നിങ്ങളുടെ അസുഖ വിവരങ്ങൾ, മെഡിക്കൽ റിപ്പോർട്ടുകൾ, മരുന്നിന്റെ വിവരങ്ങൾ, അതൊക്കെ. മൂന്നാമത്തത് നിങ്ങളുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, അതായത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ക്രെഡിറ്റ് കാർഡ് നമ്പറുകൾ. ഒന്ന് ഓർത്തു നോക്കൂ, ഈ വിവരങ്ങളൊക്കെ വല്ല സൈബർ ക്രിമിനൽസിന്റെ കയ്യിലും കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? അവർക്കത് സ്വർണം കിട്ടിയ പോലെയാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ബേസിക് കാര്യങ്ങളെന്ന് അറിഞ്ഞിരിക്കുന്നത് തന്നെ നമ്മൾ ഈ ഡിജിറ്റൽ ലോകത്ത് സേഫ് ആയിരിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി നിങ്ങളുടെ ഓൺലൈൻ ജീവിതം കുറച്ചുകൂടി ശ്രദ്ധയോടെ, കരുതലോടെ സംരക്ഷിക്കാൻ നിങ്ങൾക്കും പറ്റും. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ച ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്ത് സംരക്ഷിക്കുന്ന നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വിവരം, ആ ഡാറ്റ ഏതാണ്? ആ ഉത്തരത്തിലാണ് ഡിജിറ്റൽ സെക്യൂരിറ്റിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുക.